എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വീണ്ടും കളിക്കാൻ പോവാണ് ചൂച്ചു ചാൾസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് ചൂച്ചു ചാൾസിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കി പറ്റൂ, അല്ലെങ്കിൽ ശരിയാവില്ല. പിന്നെ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും ഞാൻ ഇവിടെ ഇഷ്ടംപോലെ മിഷൻസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ വീണ്ടും കുറച്ച് മിഷൻസൊക്കെ ബാക്കിയുണ്ട്, നമുക്കിനി അതും കൂടി ചെയ്യണം. ഇവിടെ ഒരു മിഷൻ കാണിക്കുന്നുണ്ട് കേട്ടോ, ടോണീസ് ബാണെന്ന് പറഞ്ഞിട്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അത് ചെയ്തതാ, പക്ഷെ അത് കംപ്ലീറ്റ് ആയില്ലെന്ന് തോന്നണേ. എനിക്കവിടെ എന്തോ മിസ്സായിട്ടുണ്ട്. നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഞാൻ പിന്നെ ഇപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിക്കണേ. നമ്മുടെ ട്രെയിനിൽ ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇവിടെ കണ്ടില്ലേ, നെറ്റൊക്കെ വന്നു. സ്റ്റാർട്ടിങ്ങിൽ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ചിലപ്പോൾ ട്രെയിൻ അപ്ഗ്രേഡ് ചെയ്തോണ്ടാവും. ഇതെന്തത്, ഒരു വീല് ട്രാക്കിൻ്റെ പുറത്താണല്ലോ. എന്തെങ്കിലും ആട്ടെ, നമുക്ക് തൽക്കാലം ഈ ട്രെയിൻ എടുത്ത് മുന്നോട്ട് പോവാം. നമുക്കിനി കുറച്ചുകൂടി മിഷൻസ് ചെയ്യാണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ പിന്നെ 2 മുട്ടയും കൂടി കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് അതേപോലെ ടോട്ടൽ 3 മുട്ട കളക്ട് ചെയ്യണം. ആ 3 മുട്ടയും കൊണ്ട് ഏതൊരു ടെമ്പിളിലേക്ക് പോവും. അവിടെ എന്തോ ഒരു റിച്വൽ ഉണ്ടാവും. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചാൾസിനെ അടിച്ചിടാൻ പറ്റുമെന്ന് പറയണേ. ഇതിപ്പോൾ എന്തുണ്ടായേ? ഈ കമ്പി വലിയുമ്പോൾ തട്ടിയതല്ലേ, അതുകൊണ്ടാവും ഹെൽത്ത് പോയേ. ഞാൻ പെട്ടെന്ന് പേടിച്ചു പോയി. ഞാൻ വിചാരിച്ചത് ചാൾസിനെ അറ്റാക്ക് ചെയ്യാൻ വന്നു. എന്തെങ്കിലും ആട്ടെ, ഈ ചേച്ചിയോട് സംസാരിച്ച് നോക്കാം. യെസ്, ഞാനാണ് ആ ഹണ്ടർ. ഓക്കെ, ഈ ചേച്ചിയുടെ ഹസ്ബൻഡ് ഒരു ഗൺ ഉണ്ടാക്കിയിട്ടാ. അത് പക്ഷെ വാരൻ്റെ ആൾക്കാർ കൊണ്ടുപോയിന്ന്. ഈ വാരൻ ആരാണാവോ? ഈ ചേച്ചിയുടെ ഹസ്ബൻഡ് പിന്നെ ഭയങ്കര ബ്രേവാന്ന്, എന്നെക്കാളും ബ്രേവാന്ന്. ആ ഹസ്ബൻഡ് പക്ഷെ മരിച്ചു പോയിന്നാ പറയണ. ആ ഗണ്ണിന്റെ പക്ഷെ ഏതൊരു പാർട്ടാണ് ആ വാരൻ്റെ ആൾക്കാർ കൊണ്ടുപോയേ. നമ്മളോട് അത് എടുത്ത് കൊണ്ടുവരാനാ പറയണേ. അങ്ങനെയാണെങ്കിൽ വെപ്പൺ യൂസ് ചെയ്യാന്ന്. ആ വെപ്പന്റെ പേര് ബോബ് എന്നാ. ഈ ചേച്ചിയുടെ ഹസ്ബൻഡിന്റെ പേരാണ് ബോബ്. ആ ഹസ്ബൻഡ് മരിച്ചു പോയില്ലേ? തേങ്ങ, കുറെ നേരമല്ലോ. ആ ചേച്ചിയുടെ ഹസ്ബൻഡ് മരിച്ചു പോയില്ലേ, അപ്പം അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ബോബ് എന്ന് പേരിട്ടെന്ന്. നമുക്കപ്പോൾ ആ പാർട്ട് കൊണ്ടുവരാം. അങ്ങനെയാണെങ്കിൽ പുതിയ വെപ്പൺ കിട്ടും. നമുക്ക് തൽക്കാലം ഇവിടെ സ്ക്രാപ്പൊക്കെ കളക്ട് ചെയ്യാം. സ്ക്രാപ്പ് പിന്നെ അത്യാവശ്യമാണ്, അതില്ലെങ്കിൽ കളി നടക്കില്ല. ചാൾസായിട്ട് ഫൈറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സ്ക്രാപ്പ് ആവശ്യം വരും. നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം, നേരെ മുന്നിലേക്ക് പോവാം. ഇവിടെ ഇനിയും മിഷൻസൊക്കെ ഉണ്ടാവും. ഓക്കെ, ഇവിടെ ഒരു വീടുണ്ട്. ഇതിൻ്റെ അകത്തുനിന്നും മിക്കവാറും സ്ക്രാപ്പ് കിട്ടും. ആദ്യം നമുക്ക് പുറത്ത് നോക്കി നോക്കാം. പുറത്തും നമുക്ക് സ്ക്രാപ്പൊക്കെ കാണാൻ പറ്റുമേ. അത് കളക്ട് ചെയ്തിട്ട് ഉള്ളിലേക്ക് പോയാൽ മതി. ഇവിടെ പിന്നെ പുറത്ത് അധികം സ്ക്രാപ്പൊന്നുമില്ല, അകത്ത് ഇഷ്ടംപോലെ സ്ക്രാപ്പ് ഉണ്ടാവും. ഓക്കെ, അതൊക്കെ കളക്ട് ചെയ്യാം. ഈ വീട്ടിൽ പക്ഷെ എനിക്ക് ആരെയും കാണാനില്ല. ഇവിടെ ചിലപ്പോൾ മിഷനൊന്നും ഉണ്ടാവില്ല, വെറുതെ സ്ക്രാപ്പ് കളക്ട് ചെയ്യാനാവും. കഴിഞ്ഞ അധികം സ്ക്രാപ്പൊന്നുമില്ലല്ലോ. എനിക്ക് പിന്നെ ഒരു പെയിൻറ്റും കിട്ടി, അത് ബ്ലാക്ക് കളറാ. ബ്ലാക്ക് കളർ എങ്ങനെയുണ്ട്? ഐശ്, ഇതിപ്പോൾ എന്തുണ്ടായേ? ഒരു മിനിറ്റ്, കളർ മാറ്റാം. ഇവിടെ പച്ചയുണ്ട്, ഓറഞ്ച് അടിച്ചു നോക്കാം. ഓറഞ്ച് കുഴപ്പമൊന്നുമില്ല, നമുക്ക് മഞ്ഞ മതി. ഇതിൽ പച്ച കളറും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. പച്ച അടിച്ചു കഴിഞ്ഞാൽ പക്ഷേ കാട്ടിലായതുകൊണ്ട് പെട്ടെന്ന് കാണില്ല, സ്പോട്ട് ചെയ്യാൻ ഇച്ചിരി പാടാണ്. എന്തെങ്കിലും ആട്ടെ, ഇവിടെ നമ്മൾ ഒരു വീട്ടിലേക്ക് എത്തിയേക്കാം. ഇവിടെ മുമ്പിലൊരു ടെൻറ്റ് പോലത്തെ സംഭവമുണ്ട്. ഇവിടെയും സ്ക്രാപ്പ് ഉണ്ട്. ഓക്കെ, അതും കൂടി കളക്ട് ചെയ്തേക്കാണ്. ഇവിടെ പിന്നെ ഒരു ചേട്ടൻ നിൽക്കുന്നുണ്ട്. ഈ വീട് ലോക്കാണോ? ലോക്കാ. ഓക്കെ, എന്തോ മൈനിന്റെ കാര്യം പറയണേ. എനിക്ക് തോന്നണത് 3ാമത്തെ മൈനിന്റെയും. എനിക്ക് പിന്നെ ഒരു മുട്ടയും കൂടി വേണം, എന്നാലും മറ്റേ റിച്വൽ ചെയ്യാൻ പറ്റുള്ളൂ. ആ റിച്വലിന്റെ കാര്യം ഈ ചേട്ടൻ പറയണേ. കഴിഞ്ഞ വീഡിയോയിൽ പിന്നെ ഞാനൊരു ടെമ്പിളിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ടെമ്പിളിലെ എന്തോ ഒരു പ്രിസം ഉണ്ടെന്ന്. ആ പ്രിസത്തില് 3 സ്ലോട്ട് ഉണ്ട്. ആ 3 സ്ലോട്ടിൽ ഈ 3 മുട്ട വയ്ക്കുക. അന്നേരം എന്തോ ഒരു സംഭവം നടക്കും. അതിപ്പോ നമുക്ക് അന്നേരം അറിയാൻ പറ്റുള്ളൂ. ആ റിച്വൽ നടന്നാലേ ചാൾസ് ഒന്നുകൂടി സ്ട്രെങ്ത് കൂടുന്നു. ചാൾസ് നേരത്തേക്കാളും പവർഫുൾ ആവും. എനിക്ക് പിന്നെ ഒരു കീയും കിട്ടിയിട്ടുണ്ട്. അത് മിക്കവാറും 3ാമത്തെ മൈനിന്റെ കീ ആവും. നമുക്കിനി പോയിട്ട് 3ാമത്തെ മുട്ടയും കളക്ട് ചെയ്യണം. ശരി.
ഇപ്പം എനിക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി പിടികിട്ടി. ആ ടെമ്പിളിൽ എന്താ നടക്കാൻ പോണേ അതിനെ കുറിച്ചാണ് ഈ ചേട്ടൻ പറഞ്ഞത്. ആ ടെമ്പിളിൽ ഒരു പ്രിസം ഉണ്ടാവും. അതിൽ 3 സ്ലോട്ട് ഉണ്ട്. ആ 3 സ്ലോട്ടിലായിട്ട് ഈ 3 മുട്ട വയ്ക്കണം. അന്നേരം എന്തുണ്ടാവുക വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാൾസ് ഇല്ലേ നേരത്തേക്കാളും പവർഫുൾ ആവും. അങ്ങനെയാകുമ്പോൾ നമുക്ക് കുറേ സ്ക്രാപ്പ് വേണ്ടി വരുമല്ലോ. കാരണം ചാൾസ് നേരത്തേക്കാളും കൂടുതൽ ഡാമേജ് തരും. നമുക്കപ്പോൾ ഈ ഓപ്ഷണൽ മിഷൻസ് ഇല്ലേ അതൊക്കെ കംപ്ലീറ്റ് ചെയ്യേണ്ടി വരും. നമുക്ക് ഇനിയും സ്ക്രാപ്പൊക്കെ വേണ്ടി വരും. നമുക്ക് പിന്നെ 3ാമത്തെ മൈനിൻ്റെ കീ കിട്ടിയിട്ട് നമുക്കിനി എന്തൊരു ചെയ്യണ്ടേ? മിഷൻസ് ചെയ്യണ ആ മൈനിലേക്ക് പോണ? നമുക്ക് ആ മൈനിലേക്ക് പോവാം, അതായിരിക്കും നല്ലത്. ആ 3ാമത്തെ മുട്ടയും കൂടി കിട്ടിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഒരു മിനിറ്റ്, ചൂച്ചു ചാൾസിൻ്റെ സൗണ്ട് കിട്ടൂട്ടാ. ഒരു മിനിറ്റ്, വണ്ടി അവിടെ നിർത്താം. ഇവിടെ ഒരു അട്ടപ്പെട്ടി ഉണ്ട്, കുറേ സ്ക്രാപ്പ് കിട്ടും. എടുത്തില്ലേ? ഓക്കെ. ഞാൻ ചൂച്ചു ചാൾസിൻ്റെ സൗണ്ട് കേട്ടു. അത് മിക്കവാറും എൻ്റെ അടുത്തേക്ക് വരും. നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം, ആദ്യം അതിനെ ഫൈറ്റ് ചെയ്യാം, എന്നിട്ട് ആ മൈനിലേക്ക് കയറി പോവാം. ഓക്കെ, അത് എൻ്റെ അടുത്തേക്ക് വന്നു. ലെറ്റ്സ് ഗോ. നമുക്ക് ഈ RPG വെച്ചടിക്കാം. കഴിഞ്ഞ വീഡിയോയിൽ പിന്നെ എനിക്ക് RPG കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് പക്ഷെ ഞാൻ യൂസ് ചെയ്തില്ല. ഓ, ഇതിന് നല്ല ഡാമേജ് ഉണ്ട് കേട്ടോ. പക്ഷെ റീലോഡ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. ഒരു മിനിറ്റ്, ട്രെയിൻ അപ്ഗ്രേഡ് ചെയ്യാം. നമ്മുടെ കയ്യിൽ പിന്നെ അത്യാവശ്യം സ്ക്രാപ്പ് ഉണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. ഇടയ്ക്ക് നമുക്ക് ഗണ്ണൊക്കെ മാറ്റാം. തന്നെ കാരട പേടിക്കണേ, എത്ര കിട്ടിയാലും മതിയാവില്ല. ഒരു മിനിറ്റ്, അത് ഹീറ്റായി. നമുക്ക് വേറെ വെപ്പൺ എടുക്കാം, ഫ്ലെയിം ത്രോവർ എടുക്കാം, അതിനങ്ങ് കത്തിച്ചളയാം. ഓ, ഈ സാധനം പെട്ടെന്ന് ഹീറ്റാവും. നമുക്ക് ഈ RPG തന്നെ എടുക്കാം. അതേ പോയി. RPGക്ക് നല്ല ഡാമേജ് ഉണ്ട്, പക്ഷെ ഇത് റീലോഡ് ആവാൻ കുറച്ച് ടൈം എടുക്കും. ഓ, ട്രെയിനൊന്ന് അപ്ഗ്രേഡ് ചെയ്യാം. നമ്മൾ പിന്നെ കുറേ ദൂരം വന്നുട്ടോ. അത് ശരി, ഇവിടേക്ക് എത്തിയ അതപ്പോ ഇനിയിപ്പോൾ ഒന്നും ചെയ്യുക, തിരിച്ച് പോകേണ്ടി വരും. ഓക്കെ, ഇവിടെ 3ാമത്തെ മൈനിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ മിക്കവാറും ഇഷ്ടം പോലെ ഗാർഡ്സ് ഉണ്ടാവും. ഓക്കെ, വണ്ടി നമുക്ക് ഇവിടെ നിർത്താം. ഇവിടെ നിന്ന് കുറച്ച് ദൂരം നടക്കേണ്ടി വരും. ഇത് പിന്നെ ലാസ്റ്റത്തെ മൈനല്ലേ, ഇവിടെ ചിലപ്പോൾ ഇഷ്ടം പോലെ ഗാർഡ്സ് ഉണ്ടാവും. നമുക്കപ്പോൾ നോക്കിയും കണ്ട് പോകേണ്ടി വരും. ഒരു മിനിറ്റ്, ഈ മൈനിൻ്റെ എൻട്രൻസ് എവിടെയാ? ഞാനിപ്പോൾ അത് നോക്കണേ. ഓ, ഇതായിരിക്കും എൻട്രൻസ്. ഇതിൻ്റെ അടിയിലാവും. ഇവിടെ ഗാർഡ്സ് ഉണ്ടോ? ഇവിടെ എനിക്ക് ഗാർഡ്സിനെ കാണാനില്ല. ഓ, ഹെൽത്ത് പോയി. ഇതിൽ ഹെൽത്ത് പോയാലും പെട്ടെന്ന് ഫില്ലാവും. ഓക്കെ, നമ്മളെങ്ങനെ മൈന് തുറന്നേക്കാണ്. സ്ക്രാപ്പ് ഉള്ളത് കളക്ട് ചെയ്യാം. ഓ, ഇത് വലിയ മൈനാന്ന് തോന്നുന്നുണ്ട്. എനിക്ക് ശരിക്കും ചൂച്ചു ചാൾസിനേക്കാളും പേടി ഇവിടുത്തെ ഗാർഡ്സിനെയാണ്. അവരെന്നെ പെട്ടെന്ന് വെടിവെച്ചിടും. ഇവരാണ് എന്നെ പെട്ടെന്ന് പേടിപ്പിക്കണേ. ജംസ്കെയർ ഇവരെ തരണേ. ചാൾസ് പക്ഷേ അങ്ങനെയല്ല, അത് മുൻകൂട്ടി ഹോൺ അടിച്ച് അറിയിക്കും, അതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ, അവിടുത്തെ ഒരുത്തം പോയിട്ടുണ്ട്. ഇതെന്തത്? ചാൾസ് ഇത്ര പെട്ടെന്ന് വന്നാ? ഇപ്പൊ തന്നെയല്ലേ ഒരു ഫൈറ്റ് കഴിഞ്ഞ്? എന്താണാവോ? എനിക്ക് തോന്നണത് ഞാൻ ഈ മൈനിൻ്റെ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ചാൾസിനെ ഫൈറ്റ് ചെയ്യാൻ വരുന്ന എനിക്കങ്ങനെ തോന്നണേ. ഓക്കെ, അയാളിപ്പോൾ റൈറ്റ് സൈഡിൽ പോയിക്കാണ്. നമുക്ക് ഇവിടെ നിന്ന് നോക്കി നോക്കാം. ഇവിടെയാണോ മുട്ട? ഓ, ഇവിടെ മുട്ടയില്ല, സ്ക്രാപ്പ് മാത്രമേ ഉള്ളൂ. ഓ, അയാൾ എൻ്റെ അടുത്തേക്ക് വരണേ. നമുക്കിവിടെ ഒളിച്ചിരിക്കാം. ഒരു വട്ടം കണ്ടു കഴിഞ്ഞാൽ പണിയാ. പിന്നെ അവന്മാരെ ട്രെയിനിൻ്റെ അവിടേക്ക് കൊണ്ടുപോകേണ്ടി വരും. കാരണം എൻ്റെ കയ്യിൽ വെപ്പണില്ല, വെപ്പണുള്ളത് ട്രെയിനിലാണ്. ഓക്കെ, അയാൾ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. നമുക്കപ്പോൾ ഈ സൈഡിലേക്ക് പോവാം. ഓ, ഇവിടെയും ഒരു ഗാർഡുണ്ട്. അയാൾ അങ്ങോട്ടേക്ക് പോണേ. പോട്ടെ പോട്ടെ പോട്ടെ, പെട്ടെന്ന് ബാക്കിലേക്ക് തിരിയാണ്ടിരുന്നാൽ മതി. ഇവന്മാരെങ്ങോട്ടേക്ക് പോണ്? ഇത് പിന്നെ വലിയൊരു മൈനാട്ടാ. എനിക്ക് പിന്നെ റൈറ്റ് സൈഡിലൊരു വഴി കാണാണ്ട്. ഇതിയോടെ നമുക്ക് പോവാം. ഇതെന്താ സംഭവം? ലിഫ്റ്റാണോ? ഓ, ഇതെന്തോ ലിഫ്റ്റ് പോലത്തെ സംഭവമാണ്. നമ്മൾ പടിയിലേക്ക് പോവാണ്. ഇത് ശരിക്കും വലിയൊരു മൈനാ. ഓക്കെ, നമ്മളങ്ങനെ അടിയിലേക്ക് എത്തി. അവിടെയും ഗാർഡൻ ഉണ്ട് കേട്ടോ, സൗണ്ട് കേൾക്കാണ്ട്. അയാളിനി ഇങ്ങോട്ടേക്ക് വരില്ലല്ലോ. അയ്യോ, ഇങ്ങോട്ടേക്ക് വന്ന പണിപ്പാളും. നമ്മുടെ ലിഫ്റ്റ് പോയി, അത് മേലേക്ക് പോയി. അയാളതാ ഇങ്ങോട്ടേക്ക് വരുന്നേ. ഇല്ലല്ലേ, റൈറ്റിലേക്ക് പോയി. നമുക്കപ്പോൾ നേരെ പോവാം.
ഒരു മിനിറ്റ്, ഇവിടെ എന്തുണ്ടല്ലോ. യെസ്, ഇതാണ് മൂന്നാമത്തെ മുട്ട. അത് പക്ഷേ റെഡ് കളറല്ല. ഇനിയിപ്പോൾ എങ്ങോട്ടേക്കാ പോണ്ടേ? ഇതാണോ വഴി? ആ, ഇതന്നെയാന്ന് തോന്നുന്നുണ്ട്. ഇവിടെ ഒരു ലിഫ്റ്റ് ഉണ്ട്. നമുക്ക് ഇതേനെ മേലേക്ക് കയറി പോവാം. അവിടെ പിന്നെ ഒരു പെട്ടി ഉണ്ടായിരുന്നു. ആ പെട്ടി തുറന്നിട്ട് കാര്യമൊന്നുമില്ല. അതിൽ മിക്കവാറും പെയിൻ്റ് ആവും. ഇതെന്തത്? ഇവിടെ ഗാർഡ്സ് ഉണ്ടായിരുന്നു. പണിപ്പാളി. നമുക്കിവിടെ വേഗം ഓടിപ്പോവാം. എൻ്റെ ട്രെയിൻ എവിടെയാ? എൻ്റെ ട്രെയിൻ ഇവിടെ നിന്ന് കുറേ ദൂരമുണ്ട്. ഈ ഗാർഡ്സ് ആണെങ്കിൽ എന്നെ പിന്നാലെ വിടണില്ല. എനിക്കിപ്പോൾ ചാവാനും താല്പര്യമില്ല. കുറേ കഷ്ടപ്പെടട്ടാ എനിക്ക് ആ മുട്ട കിട്ടിയേ. ഓക്കെ, നമ്മളങ്ങനെ ട്രെയിനിൽ എത്തിയേക്കാണ് കേട്ടോ. പെട്ടെന്ന് സ്ഥലം വിടാം. ഉപമാരെ വെടി വെച്ചിട്ടും കാര്യമൊന്നുമില്ല. ഓക്കെ, അയാളുടെ മേത്ത് കൊണ്ടില്ല. അവിടെ പക്ഷേ മറ്റേ അട്ടപ്പെട്ടി ഉണ്ടായിരുന്നു. നമുക്കത് എടുക്കണം. അതിൽ നിന്ന് നമുക്ക് കുറേ സ്ക്രാപ്പ് കിട്ട്. ഇത് പിന്നെ നമുക്ക് മിസ്സാക്കാൻ പറ്റില്ല. ഇഷ്ടം പോലെ സ്ക്രാപ്പ് കിട്ടും. ഓക്കെ, ലെറ്റ്സ് ഗോ. ഇനി നമുക്ക് വേണമെങ്കിൽ ഈ ടെമ്പിളിലേക്ക് പോവാം. പക്ഷേ ഇപ്പോൾ ടെമ്പിളിലേക്ക് പോയിട്ട് കാര്യമില്ല. നമുക്ക് വേണമെങ്കിൽ ബാക്കി മിഷൻസും ചെയ്യാം. അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി സ്ക്രാപ്പ് കിട്ടും. ഇവിടെ ഞാൻ ആ ബാണ്ടിലേക്ക് എത്തിയേക്കാണ് കേട്ടോ. ഇവിടെ എന്തോ ഒരു മിഷൻ ഇൻകംപ്ലീറ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട്. ഓ, നമ്മൾ ഒരു സ്ക്രാപ്പും കൂടി എടുക്കാൻ മറന്നുപോയി. ടോട്ടൽ 9 സ്ക്രാപ്പ് ഉണ്ട്. ഓക്കെ, ഇപ്പോഴാണ് ആ മിഷൻ കംപ്ലീറ്റ് ആയേ. കഴിഞ്ഞ വീഡിയോയിൽ പിന്നെ ഞാനത് ശ്രദ്ധിച്ചില്ല. എന്തെങ്കിലും ആവട്ടെ. ഇവിടെയും ഒരു ഓപ്ഷണൽ മിഷൻ ഉണ്ട് കേട്ടോ. നമുക്കപ്പോൾ അത് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് മേലെയും ഒരു മിഷൻ ഉണ്ട്. അതും ചെയ്യണം. ഓ, ഇവിടെ പിന്നെ ഭയങ്കര ഇടിയോട്ടും മഴയാണ്. ഇടി പൊട്ടുമ്പോൾ ചെറുതായിട്ടൊന്ന് പേടിക്കും. പക്ഷെ സീനില്ല. ഓ, നമ്മളിപ്പോൾ ആ വീട്ടിലേക്ക് എത്തിയെന്ന് തോന്നണേ. നമുക്കപ്പോൾ വണ്ടി ഇവിടെ നിർത്താം. പിന്നെ പോണ വഴിയിൽ നമുക്ക് സ്ക്രാപ്പൊക്കെ കിട്ടുന്നുണ്ട്. അത് നമുക്ക് കളക്ട് ചെയ്യണം. ആ മൈനില്ലേ, ആ മൈനിൻ്റെ അകത്തും സ്ക്രാപ്പ് ഉണ്ടാവും. ഞാൻ പക്ഷെ അത് കളക്ട് ചെയ്യാൻ വിട്ടു പോവും. ഓക്കെ, മുമ്പിൽ ഒരു ചേച്ചിയുണ്ട്. ഈ വീട് പിന്നെ ലോക്കല്ല. നമുക്കപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് കയറാം. ഇവിടെയും സ്ക്രാപ്പൊക്കെ കിടക്കുന്നുണ്ട്. ഓ, ആകെ 2 സ്ക്രാപ്പുള്ളൂ. ഇതൊന്നുട്ടാ. ഓ, ഇത് നോട്ടാ. പിക്കിൾസ് ആർ ദ ലവ്, പിക്കിൾസ് ആർ ദ ലൈഫ്, ഐ ലവ് പിക്കിൾസ്. ഇത് പിക്കിൾസിൻ്റെ എന്തോ ആളാന്ന് തോന്നുന്നുണ്ട്. അയ്യോ, ഇവള് കടിക്കോ? ആ, ശരി ശരി, ഞാൻ അത് കൊണ്ടുവരാം. ഇവൾക്ക് അച്ചാറ് വേണമെന്ന്. അവൾക്ക് അച്ചാറ് ഭയങ്കര ഇഷ്ടമാണ്. അവൾ പിന്നെ ഒരു ലൊക്കേഷനും അയച്ചുന്നുണ്ട്. അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ഒരു അച്ചാറിൻ്റെ കുപ്പി ഉണ്ടാവും. അതെടുത്ത് കൊണ്ടു കൊടുക്കുക. അന്നേരം അവൾ സ്ക്രാപ്പ് തരുന്നു. ഞാൻ ആ ലൊക്കേഷനിലേക്ക് എത്തിയേക്കാണ്. ഇവിടെ ഒരു പെട്ടിയുണ്ട്. ഈ പെട്ടിയുടെ ഉള്ളിലെ അച്ചാറ്. നമുക്കപ്പോൾ അത് എടുത്തു കൊടുക്കാം. ഇത് പിന്നെ ആ ലോക്ക് പിക്കില്ലേ, അത് വെച്ചിട്ട് വേണം തുറക്കാൻ. അതങ്ങനെ തുറന്നേക്കാണ്. ഇത് ഏത് അച്ചാറ്? പച്ച കളറിൽ. ഏത് ഫ്ലേവറാണോ? എന്തെങ്കിലും ആവട്ടെ, നമുക്ക് ഇതെടുത്ത് കൊടുക്കാം. അല്ലെങ്കിൽ അവൾ തന്നെ അച്ചാറാക്കും. ഇതാ നിൻ്റെ അച്ഛൻ്റെ അച്ചാറ്. ആ, നിൻ്റെ പിക്കിൾസ് തന്നെ കൊണ്ടുപോ. താങ്ക്സ് ഒന്നും പറയണ്ട. ആ സ്ക്രാപ്പൊക്കെ തന്നേക്ക്. ശരി, അപ്പോൾ ആ മിഷൻ അങ്ങനെ കഴിഞ്ഞേക്കാണ്. ഇവിടെയും ഒരു മിഷനൊക്കെ വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടും ഒരു മിഷൻ ഉണ്ട്. അതും കൂടി നമുക്ക് ചെയ്യണം. ഓക്കെ, ലെറ്റ്സ് ഗോ. ഏയ്, ഇതെന്നത്? ഇതെങ്ങനെ വന്ന് ഇത്രയും പെട്ടെന്ന് വന്ന്? ഞാൻ വെറുതെ ഹോൺ അടിച്ചത്. ഒരു കാര്യം ചെയ്യാം, മന അടിച്ചിടാം. അവിടെ മറ്റേ അട്ടപ്പെട്ടി ഉണ്ടായിരുന്നു, അത് മിസ്സായി. ഇതിപ്പോൾ എങ്ങോട്ടേക്ക് പോയേ? അതെന്ത് ഇത്ര പെട്ടെന്ന് പോയേ? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഒരു മിനിറ്റ്, നമുക്ക് വണ്ടി നിർത്താം. ആ, ഇപ്പം അതിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. അത് പോവാനായിട്ട് ടൈം ആയിട്ടില്ലേ? എന്നാ പിടിച്ചോ. എൻ്റെ കയ്യിൽ അൺലിമിറ്റഡ് റോക്കറ്റ് ഉണ്ട്. പക്ഷെ അതെല്ലാം മിസ്സാവാ. ഒരെണ്ണം പോലും കൊള്ളണില്ല. ഓക്കെ, ഇത് കൊണ്ടു പടസാനം കിട്ടി. എന്നാ പിടിച്ചോ. ഒരു മിനിറ്റ്, ട്രെയിൻ റിപ്പയർ ചെയ്യാം. നമ്മുടെ കയ്യിൽ പിന്നെ ഇഷ്ടംപോലെ സ്ക്രാപ്പ് ഉണ്ട്. പോരാത്തിന് ട്രെയിനും അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ, വേറെ വെപ്പൺ എടുക്കാം. ഇതെന്താ പോവാത്ത? ഇതിൻ്റെ ഹെൽത്തൊക്കെ പോയിണ്ടല്ലോ. ഒരു മിനിറ്റ്, നമുക്ക് RPG അടിച്ചു നോക്കാം. RPG പിന്നെ നല്ല ഡാമേജ് ഉണ്ട്. എടാ പോടാ. ഓക്കെ, അതങ്ങനെ പോയേക്കാണ്. ആ മിഷൻ ചെയ്യാൻ പറ്റിയില്ല. ആ മിഷൻ്റെ അടുത്തേക്ക് എത്തിയതായിരുന്നു. അപ്പോഴേക്കും ഈ ചൂച്ചു ചാൾസ് വന്നു. ആ, ബെസ്റ്റ്. നമ്മളിപ്പോൾ എവിടേക്ക് എത്തിയേ? അല്ലെങ്കിൽ വേണ്ട, നമുക്ക് ഈ മിഷൻ ചെയ്യാം. ഇവിടെ ഒരു മിഷനില്ലേ, അത് ചെയ്യാം.
ഓക്കെ, ഞാനങ്ങനെ ആ ലൊക്കേഷനിലേക്ക് എത്തിയേക്കാണ്. ഓ, ഇത് ഏതാ സ്ഥലം? ഒരു മിനിറ്റ്, ഇവിടെ ഒരാൾ നിൽക്കുന്നുണ്ട്, ഒന്ന് സംസാരിച്ച് നോക്കാം. ആ, ഞാൻ തന്നെയാ. നിനക്ക് വേണ്ടി പണിയെടുക്കുക. ഞാനാരാ നിന്റെ പണിക്കാരനാ? ഇയാളുടെ വർത്താനം കേട്ടിട്ട് അത്ര ശരിയാവണില്ല. ഫ്രീ ആയിട്ട് ഞാൻ പണിയെടുക്കുന്നില്ല, എനിക്ക് സ്ക്രാപ്പ് വേണം. ഇയാളുടെ മുഖത്തൊക്കെ ഇരണം പൊട്ടിക്കണമെന്നുണ്ട്, പക്ഷെ അങ്ങനത്തെ ഓപ്ഷൻ ഈ ഗെയിമിലില്ല. അത് ആളത്ര ശരിയല്ല. അയാൾ പറഞ്ഞത് വേറെ ഒന്നുമല്ല, ഈ ബിൽഡിങ്ങിൻ്റെ മേലെ ഇയാളുടെ എന്തോ ഫയൽസ് ഉണ്ട്, അതെടുത്ത് കൊണ്ടുവരാനാ. ഇയാൾക്ക് എന്താ മേലേക്ക് കയറിപ്പോയ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ആ, നമുക്കിപ്പോൾ ഏതായാലും എടുത്ത് കൊടുക്കാം, സ്ക്രാപ്പ് കിട്ടില്ല, അത് മതി. ഇനിയിപ്പോൾ എന്തൊരു ചെയ്യണ്ടേ, എങ്ങനെ കയറിപ്പോവാ? ഓ, ഇവിടെ സ്റ്റെപ്പ് ഉണ്ടായിരുന്നു. ഇതെന്തത് ചോദിച്ചു ചലസ് വീണ്ടും വരുന്നേ? നേരത്തെ അല്ലേ വന്ന്? എന്താണോ? നമുക്ക് ഇവിടെ നിന്ന് ചാടാം. ഓക്കെ. അല്ല, ഞാനിപ്പോൾ എന്തിനു ചാടിയേ? ഇവിടെ ഒന്നുമില്ല. ഇവിടെ മേലേക്ക് വഴിയുണ്ട്, ആദ്യം ഈ സ്ക്രാപ്പ് കളക്ട് ചെയ്യാം. അത് ശരി, ഇതിൻ്റെ മേലേക്ക് കയറാൻ പറ്റില്ല, വഴി അടച്ചിട്ടേക്കാ. ഒരു മിനിറ്റ്, ഇവിടെ നിന്ന് മേലേക്ക് കയറാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. ഓ, കയറാൻ പറ്റണില്ലല്ലോ. ആ, പറ്റും പറ്റും പറ്റും, ഇവിടെ നിന്ന് കയറാൻ പറ്റും. അടിയിലേക്ക് വീഴാണ്ടിരുന്നാൽ മതി. ഓക്കെ, ഞാനങ്ങനെ മേലേക്ക് കയറിയേക്കാണ്, സ്ക്രാപ്പ് കളക്ട് ചെയ്യാം. ഓ, ആ ഡോർ ലോക്കാണ് കേട്ടോ. നമുക്കപ്പോൾ ഇവിടെ നിന്ന് കയറിപ്പോവാം. ഇയാൾക്ക് ചിലപ്പോഴേ ചാടാൻ പറ്റില്ല, അതുകൊണ്ടാവും. നമുക്ക് ഇവിടെ നിന്ന് ചാടാൻ പറ്റുമോ? നോക്കി നോക്കാം. ഏയ്, ഇവിടെ വഴിയുണ്ട്. ഓ, ഇവിടെ ഒന്നുമില്ല കേട്ടോ, ഇവിടെ ചാടിയിട്ട് ഒരു കാര്യമില്ല. നമുക്ക് പതുക്കെ അടിയിലേക്ക് ഇറങ്ങാം. അയ്യോ, വീഴില്ല വീഴില്ല വീഴില്ല. നമുക്കിനി ഇവിടെ നിന്ന് ചാടേണ്ടി വരും. ചാടിക്കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് എത്തില്ലേ? ഓക്കെ, എങ്ങനെയൊക്കെ എത്തി. ഹെൽത്ത് പോയി, എന്നാലും കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മൾ ഇവിടേക്കും ചാടിയുണ്ട്. എവിടെ അയാളുടെ ഫയൽസ്? അതെടുത്ത് കൊടുത്തിട്ട് വേണം കുറച്ച് സ്ക്രാപ്പ് കിട്ടാനായിട്ട്. ഓ, ഈ റൂമും ലോക്കാണല്ലോ, എല്ലാം ലോക്കാ. ഓക്കെ, ഇത് ഓപ്പണാണ്. ആ, ഇതായിരിക്കും ആ ഫയൽസ്, അതങ്ങനെ കിട്ടിയേക്കാണ്. ഇനി അയാൾക്ക് കൊണ്ടു കൊടുക്കാം. ആ, ശരി, ഈ ഫയൽ കൊണ്ടുപോ, ആ സ്ക്രാപ്പ് അങ്ങ് തന്നേക്ക്. ശരി, അപ്പോൾ ഇത് ആളത്ര ശരിയല്ല കേട്ടാ. അയാൾ വിചാരിക്കണത് നമ്മളയാളുടെ പണിക്കാരനാന്ന്. ഇവിടുത്തെ നാട്ടുകാർ അത്ര ശരിയല്ല, എല്ലാവരും ചൂച്ചു ചാൾസിൻ്റെ കടി കൊണ്ട് ചാവണം, എന്നാലേ ഈ നാട് നന്നാവുള്ളൂ. ഓക്കെ, അതും കൂടി അങ്ങനെ കഴിഞ്ഞേക്കാണ്. ഇനി ഒരു മിഷനും കൂടി മാത്രമേ ബാക്കിയുള്ളൂ. അത് പക്ഷെ ചെയ്യണ, അതൊരു ഓപ്ഷണൽ മിഷനാണ്. നമ്മുടെ കയ്യിൽ പിന്നെ ഇഷ്ടം പോലെ സ്ക്രാപ്പ് ഉണ്ട്, അതുകൊണ്ട് ആ മിഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. എന്തുട്ടായാലും നമുക്കൊന്ന് നോക്കി നോക്കാം എന്താ മിഷൻ എന്ന്. ഓക്കെ, ഞാനങ്ങനെ ആ ലൊക്കേഷനിലേക്ക് എത്തിയേക്കാണ്. ഇതെങ്ങനത്തെ മിഷനാണെന്ന് നോക്കി നോക്കാം, എന്നിട്ടത് ചെയ്താൽ മതി. ആ, ബെസ്റ്റ്. ഇതിപ്പോൾ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. വേറെ ഒന്നല്ല, ഇയാളുടെ എന്തൊരു ബ്ലൂ കളർ ബോക്സ് ഉണ്ട്, അതെടുത്ത് കൊടുക്കാനാണ് പറയണേ. അയാൾ എന്നിട്ട് ആ ബോക്സ് എവിടെയുള്ള അതിൻ്റെ ലൊക്കേഷൻ അയച്ചുന്നുണ്ട്. ആ ലൊക്കേഷനിൽ പക്ഷേ ഇഷ്ടം പോലെ ഗാർഡ്സ് ഉണ്ട്. എന്തിനപ്പം മിഷൻ ചെയ്യണേ? അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇത് പിന്നെ വലിയൊരു സ്ഥലമാണ്, ഏതോ റെയിൽവേ സ്റ്റേഷനാണെന്ന് തോന്നുന്നുണ്ട്. ഇവിടെ നിന്ന് എനിക്ക് ഇഷ്ടം പോലെ സ്ക്രാപ്പ് കിട്ടും, അത് മതി. ഓക്കെ, ഞാനങ്ങനെ ഇഷ്ടം പോലെ സ്ക്രാപ്പ് കളക്ട് ചെയ്തേക്കാണ്. ഓ, 162, അതൊക്കെ ധാരാളം. മിഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കപ്പോൾ നേരെ ആ ടെമ്പിളിലേക്ക് പോവാം. ഓക്കെ ഗൈസ്, ഇവിടെ നമ്മൾ ആ ടെമ്പിളിലേക്ക് എത്താറുണ്ട് കേട്ടോ. ഇതാണ് ആ ടെമ്പിള്. ഇതെന്തത് ഹോണ്ട സൗണ്ട് കിട്ടൂലോ? എൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. എവിടെ ഇത്? അയ് ശരി, ചോദിച്ചു ചാൾസ് കൊള്ളാലോ. ടെമ്പിളിൽ കയറാൻ സമ്മതിക്കില്ല, അതിന് മുന്നേ തന്നെ അറ്റാക്ക് ചെയ്യാൻ വന്നു. നമുക്കപ്പോൾ ഇതിനങ്ങ് തീർത്തളയാം. ഇതിപ്പോൾ ചാവില്ല, ആ ടെമ്പിളിൽ പോയിട്ട് എന്തോ റിച്വൽ ചെയ്യില്ലേ, അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഫൈറ്റ് ഉണ്ടാവും. ആ ടൈമിൽ ഇത് ചാവും. ഇത് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ എങ്ങോട്ടെങ്കിലും ഓടിപ്പോവും. നമുക്ക് ഈ ആർപ്പിച്ചങ്ങ് പിടയ്ക്കാം. നമ്മുടെ ട്രെയിനിൻ്റെ ഹെൽത്ത് പിന്നെ പോവുണ്ട്, നമുക്കിനി അതും റിപ്പയർ ചെയ്യണം. ഓ, ഹെൽത്ത് ഓൾമോസ്റ്റ് പോയിണ്ടായിരുന്നു കേട്ടോ, ഭാഗ്യം. ഓക്കെ, അതങ്ങനെ പോയി കാണട്ടോ. എന്തെങ്കിലും ആവട്ടെ, നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം, തിരിച്ച് ടെമ്പിളിലേക്ക് തന്നെ പോവാം, പിടച്ച് പോവാം. ലെറ്റ്സ് ഗോ.
നമ്മളങ്ങനെ തിരിച്ച് ആ ടെമ്പിളിലേക്ക് എത്തിയേക്കാണ്. ഇവിടെയും മിക്കവാറും ഗാർഡ്സൊക്കെ ഉണ്ടാവും കേട്ടോ. ഞാൻ പിന്നെ ഗാർഡ്സായിട്ട് ഫൈറ്റ് ചെയ്യാൻ നിൽക്കണില്ല, നേരെ ആ ടെമ്പിളിലേക്ക് കയറി പോവാ. ഓക്കെ, ഇതിൻ്റെ താക്കോല് പിന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് നമ്മളങ്ങനെ തുറന്നേക്കാണ്. ഇതാണ് ആ പ്രിസം. ഇതിൻ്റെ ഉള്ളിലാണ് നമുക്ക് ആ മുട്ടയൊക്കെ വെക്കേണ്ടത്. അതിൽ വെക്കാനുള്ള സ്ലോട്ടൊക്കെ ഉണ്ട്. നമുക്കപ്പോൾ ഈ മുട്ട ഇങ്ങനെ വെച്ചു കൊടുക്കാം. ഡോ ഒന്ന് വേഗം വെക്കി, പുറത്ത് ഗാർഡ്സൊക്കെ ഉണ്ട്, അവർ കണ്ടു കഴിഞ്ഞ് പണിപ്പാളും. ഓക്കെ, ഒരെണ്ണം അങ്ങനെ വെച്ചേക്കാണ്. രണ്ടാമത്തെയും വെച്ചു. ഇയാൾ എന്ത് പതുക്കി വെക്കണ്? എടാ വേഗം വെക്കി. ഇയാളിപ്പോൾ വെച്ച് വരുമ്പോഴേക്കും നേരം വിളിക്കുമല്ലോ. ആ ബെസ്റ്റ്. ഇതാര്? ഓ, ഇയാളെ വാരൻ. ഇയാളാണ് ചൂച്ചു ചാൾസിനെ ഉണ്ടാക്കിയത്. ഇയാളിപ്പോൾ പറയണത് ആ മുട്ടയെടുത്ത് വെക്കരുതെന്ന്, പണിപ്പാളുന്ന്. അത് ശരി, ആ നീയാണോ തീരുമാനിക്കുന്നത്? ഇവിടെ എന്തോ കാര്യമായിട്ട് സംഭവിക്കുന്നുണ്ട്. അല്ല, ഇവർക്ക് എന്താ പറ്റിയേ? ഫൂളാ എൻ്റെ പൊന്ന്, ഇതെന്തത്? അതെൻ്റെ അടുത്തേക്കാണല്ലോ വരണേ. അയ്യോ ചാൾസേ, എന്നൊന്നും ചെയ്യല്ലേ, ഞാനൊരു പാവാണ്. മിക്കവാറും എൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനവും. ചാൾസ് പിന്നെ നേരത്തേക്കാളും പവർഫുള്ളായി. നമുക്കപ്പോൾ ഇവിടെ നിന്ന് ഓടാം, കണ്ട വഴി ഓടാം. ഇനിയിപ്പോൾ എന്തുകൊണ്ടാണോ സംഭവിക്കാൻ പോണേ? ഓ, ആ ഭാരനെ പിടിച്ച് തിന്നു. അയ്യോ, അതെൻ്റെ അടുത്തേക്ക് വരണേ, ഇവിടെ നിന്ന് ഓടിപ്പോവാം. എൻ്റെ ട്രെയിൻ അവിടെ. ട്രെയിനിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ കുഴപ്പമില്ല, സമാധാനമായി. ഇനി ഇങ്ങോട്ട് വാടാ. ഇനി നിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കി തരാം. നീ ഇപ്പോൾ എത്ര പവർഫുള്ളായാലും ഒരു കാര്യമില്ല. ഓക്കെ, അത് ഹീറ്റായി, നമുക്ക് വേറെ വെപ്പൺ എടുക്കാം. എന്നാ പിടിച്ചോ. ഇതിപ്പോൾ എന്താ ഉണ്ടായേ? ചാൾസിൻ്റെ ഹെൽത്ത് പോവുണ്ട്. അതിപ്പോൾ ഏതായാലും നല്ല കാര്യമാണ്. ഇപ്പം നമുക്ക് വെപ്പണൊന്ന് മാറ്റാം. അയ്യോ, ട്രെയിൻ റിപ്പയർ ചെയ്യട്ടെ, ഇതിൻ്റെ ഹെൽത്ത് തീരാറായി. നമ്മുടെ കയ്യിൽ പിന്നെ ഇഷ്ടം പോലെ സ്ക്രാപ്പ് ഉണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. ഇതെങ്ങോട്ടേക്ക് പോണ്? ഒരു സ്ഥലത്ത് ഉറച്ച് നിൽക്ക്. ഇതെന്തത്? അതെങ്ങോട്ടേക്ക് പോയേ? ഇത് ഇടയ്ക്കിടയ്ക്ക് ടെലിപ്പോർട്ട് ആവുന്നുണ്ട് കേട്ടോ, അതെനിക്ക് ഇഷ്ടമാവണില്ല. ഈ മെഷീൻ കണ്ടില്ലേ, അത് വെച്ച് അടിച്ചിട്ട് കാര്യമൊന്നുമില്ല കേട്ടോ. ഇതുകൊണ്ട് വലിയ കാര്യമായിട്ട് ഹെൽത്ത് ഒന്നും പോകണില്ല. നമുക്ക് ആ RPG തന്നെ വേണ്ടി വരും. അല്ലെങ്കിൽ RPG വേണ്ട, ഈ ഫ്ലെയിം ത്രോവർ എടുക്കാം. ഇടയ്ക്ക് ഇത് യൂസ് ചെയ്യാം. ഇത് പിന്നെ പെട്ടെന്ന് ഹീറ്റാവേ. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. ഇന്നാ പിടിച്ചോ. എങ്ങോട്ടേക്ക് പോണ്? ഇത് ടെലിപ്പോർട്ട് ആവണ്ടല്ലോ. ഓ, ഇത് ഇച്ചിരി പാടാണ് കേട്ടാ. ഒരു മിനിറ്റ്, ഈ ഫ്ലെയിം ത്രോവർ മാറ്റാം. നമുക്ക് ആ RPG തന്നെ എടുക്കാം, അതന്നെ നല്ലത്. ഇന്നാ പിടിച്ചോ. ഒരെണ്ണം കിട്ടിയേക്കാണ്, രണ്ടാമത്തും കിട്ടിയേക്കാണ്. ഓ, ഇതിപ്പോൾ എന്താ പറ്റിയേ? വീണ്ടും പവർഫുള്ളായിന്നാ തോന്നണേ. ട്രെയിൻ നമുക്ക് റിപ്പയർ ചെയ്യാം. വാ 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 വാ. ദേ വീണ്ടും പോയി. ഓ, ഇപ്പോൾ ചാൾസിൻ്റെ പകുതി ഹെൽത്ത് പോയിട്ടാ. വാ 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 വാ. എന്നാ പിടിച്ചോ. ഇതാ ഒരെണ്ണം കൂടി. അയ്യോ, ഹെൽത്ത് പോയി, ഹെൽത്ത് പോയി. എൻ്റെ ട്രെയിനിൻ്റെ ഹെൽത്ത് പോയി. റിപ്പയർ ചെയ്യാം. നമ്മുടെ കയ്യിൽ പിന്നെ ഇഷ്ടം പോലെ സ്ക്രാപ്പ് ഉണ്ടായത് നന്നായി, നമുക്ക് ആവശ്യം വരുന്നുണ്ട്. അയ്യോ, ഒരെണ്ണം മിസ്സായില്ലോ. ആ സീനില്ല. നമ്മുടെ കയ്യിൽ പിന്നെ അൺലിമിറ്റഡ് അല്ലേ. ചാൾസ് പിന്നെ ചാവറായിട്ടാ. ഓൾമോസ്റ്റ് 75% ഹെൽത്ത് പോയിട്ടുണ്ട്. എവിടെ അത്? പിന്നെ ട്രെയിൻ റിപ്പയർ ചെയ്യട്ടെ. ഓ, എൻ്റെ അടുത്തുണ്ട്. ഇതാ വീണ്ടും ടെലിപ്പോർട്ട് അടിച്ചു. ചാവു 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 ചാവു. അയ്യോ, നമ്മളൊരു മിഷൻ ചെയ്യാൻ മറന്നു. വെപ്പൺ മിഷൻ ഇല്ലേ, മറ്റേ ചേച്ചിയുടെ, അത് ചെയ്യാൻ മറന്നു. ആ വെപ്പൺ ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഈ RPG തന്നെ ധാരാളം. ചാൾസ് ഇപ്പോൾ ഏകദേശം ചാവാറുണ്ട്. ഒരു തരി ഹെൽത്തും കൂടി ഉള്ളു. ചാവു ചാവു ചാവു, വേഗം ചാവു. ഒരു മിനിറ്റ്, ഞാനിപ്പോൾ ചാവൂലോ, ട്രെയിനിൽ ഹെൽത്ത് ഇല്ല. റിപ്പയർ ചെയ്യാം. ഓക്കെ, അതെങ്ങനെ റിപ്പയർ ചെയ്തേക്കാണ്. ചാൾസിൻ്റെ ഹെൽത്ത് മൊത്തം പോയില്ലോ. ഇതെന്താ ചാവാത്ത? ഇപ്പോൾ പണിപ്പാളിയില്ലോ. ഇതിപ്പോൾ എന്താ സംഭവിക്കണേ? ഓ, നമ്മൾ മറ്റേ സ്ഥലത്തേക്ക് എത്തി. നേരത്തെ പാലത്തുമ്പോൾ ബോംബ് വെച്ചില്ലേ, അയാൾ എന്നിട്ട് ആ ബോംബൊക്കെ ആക്ടിവേറ്റ് ചെയ്തു. അത് ശരി.
അപ്പോൾ ഇതായിരുന്നു അയാളുടെ പ്ലാന്. ചാൾസ് ഇത് എയറിൽ പറക്കണു. മോന്ത പൂട്ടി ചാമ്പിയില്ലോ. തീർന്നു, ചാൾസ് തീർന്നു. ചാൾസിൻ്റെ കാര്യത്തിൽ തീരുമാനമായി. ഓക്കെ ഗേസ്, ഈ ഗെയിം അങ്ങനെ കംപ്ലീറ്റ് ആയിക്കണം കേട്ടോ. ഇത് പക്ഷേ ചെറിയൊരു ഗെയിമാ. ഒരു 2-3 മണിക്കൂറൊക്കെ അടുപ്പിച്ചിരുന്ന് കളിച്ചാൽ ഇത് കംപ്ലീറ്റ് ആക്കാൻ പറ്റും. എന്നിട്ടായാലും ഗെയിം നൈസായിട്ടുണ്ട്. ചാൾസിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കി. 1 മിനിറ്റ്, ഇത് കഴിഞ്ഞിട്ടില്ല. ഇവിടെ ഇപ്പോൾ എന്തോ കാണിക്കുന്നുണ്ട്. ഇതാ മറ്റേ മുട്ടയല്ലേ, ആ റെഡ് കളർ മുട്ട, ആ ലാസ്റ്റ് അടിച്ചു മാറ്റിയത്. ഈ മുട്ട പക്ഷേ കിടന്ന് അളകുണ്ട്. ഇനി ഇതിന്ന് ചൂച്ചു ചാൾസ് വീണ്ടും ഉണ്ടാവോ? അല്ല, ഇത് ഒരെണ്ണല്ല, കുറേ ഉണ്ടല്ലോ ഇത്. എനിക്ക് തോന്നണത് ഇതിൻ്റെ പാർട്ട് 2 ഉണ്ടാവുന്ന. അങ്ങനെ ഉണ്ടാവാൻ ചാൻസ്. ഇതിലിഷ്ടം പോലെ മുട്ടയുണ്ട്. അതിൻ്റെ അർത്ഥം ഇഷ്ടം പോലെ ചാൾസ് ഉണ്ടാവും. എന്താണാവോ, നമുക്ക് അന്നേരം നോക്കാം. ഗെയിം അങ്ങനെ കംപ്ലീറ്റ് ആയിക്കാണ്. അപ്പോൾ ഇതുള്ള എൻ്റെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ചാനൽ സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ കൂടി സബ് ചെയ്യുക. അതിൻ്റെ അപ്പുറത്താണ് ബെല്ലൈക്കൺ കൂടിയും എനേബിൾ ചെയ്താൽ നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.